അടുത്ത 3 എഗ് റെസിപ്പീസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ 3 ഡിഷസും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് കലക്കി ഓംലെറ്റാണ്. ഏറ്റവും സിമ്പിളായ എഗ് റെസിപ്പിയാണിത്. ഇതുണ്ടാക്കാൻ കുറച്ച് സെക്കൻഡുകൾ മതി. ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാകാനായി വയ്ക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ മുട്ട 4 വശത്തു നിന്നും മടക്കി റോൾ ചെയ്തെടുക്കുക. ഉടൻ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. കലക്കി ഓംലെറ്റ് റെഡിയായി. ഇതിൻ്റെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഹാർഡായി പോകും. ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഓംലെറ്റ്. ഇനി അടുത്തത് വെജിറ്റബിൾ എഗ് പനിയാരമാണ്. ഇതൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് ചീരയില ചെറുതായി അരിഞ്ഞെടുത്തത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പച്ചമുളകിന് പകരം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കാം. 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി മുട്ടയിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി ചൂടാകാൻ വയ്ക്കുക. ചൂടായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് എണ്ണ വീതം ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് മുട്ട മിക്സ് ഓരോ കുഴിയിലും 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. ഒരു മിനിറ്റ് കഴിയുമ്പോൾ പതിയെ തിരിച്ചിടാം. പനിയാരം റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചെറിയ ബോൾ ഷേപ്പ് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും കഴിക്കാൻ. 3ാമത്തെ റെസിപ്പി കാടമുട്ട മസാല ഫ്രൈ ആണ്. ഇത് കോഴിമുട്ട വെച്ചും ചെയ്യാം, പക്ഷേ കൂടുതൽ ടേസ്റ്റ് കാടമുട്ട വെച്ചുണ്ടാക്കുമ്പോഴാണ്. ഞാനിവിടെ 12 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇനി മുട്ട കഴുകി ബോയിൽ ചെയ്യാൻ വയ്ക്കാം. വെള്ളത്തിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. മുട്ട പൊട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. തിളയ്ക്കുമ്പോൾ അടച്ചു വെച്ച് 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക. മുട്ട തോടെല്ലാം കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ തീ കുറച്ച് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
ഇനി മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് മസാലയെ കോട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ ഞാൻ ഉപ്പിടാൻ മറന്നുപോയിരുന്നു. ഇനി തീ ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു സ്റ്റാർട്ടർ റെസിപ്പിയാണ്. മസാല എല്ലാം കൂടെ മുട്ടയിൽ കോട്ട് ചെയ്ത് വരുമ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ 3 റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാവും. അടുത്ത റെസിപ്പിയുമായി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്